Maho. Yeah. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്നതായ തിരുവചനം आज मनन के लिए परमेश्वर की भजन की एक भाग खोया गया है। തെസലോനിക്കർക്ക് എഴുതിയതായ ഒന്നാം ലേഖനം तेस्सलोनिकियों की पहली पत्री 4-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. 4 पत्री उसको 16-17वां पद में हम आए। കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. पहले तेस्सलोनिकी की पत्री 4 अध्याय की 16वां पद से लेकर ये वचन पाया जाता है, क्योंकि प्रभु आप ही स्वर्ग से उतरेगा। उस समय ललकार और प्रधान दूध की शब्दों सुनाई देगा और परमेश्वर की तुरही भूकी जाएगी और जो मसीह में मरे हैं वे पहले जी उठेंगे। तब हम जो जीवित और बचे रहेंगे उनके साथ बादलों पर उठा लिया जाएंगे कि हवा में प्रभु से मिले और इस रीति से हम सदा प्रभु के साथ रहेंगे। इस प्रकार इस बातों में एक दूसरे को शांति दिया करो। പ്രിയ ബെന്നിലൂടെ നാം കേട്ടതായ ആ മനോഹരമായ ഗാനം, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു, വാനമേഘങ്ങളിൽ യേശു പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതായ ആ പാട്ട് നമ്മുടെ ഇന്നത്തെ വചനധ്യാനവുമായിട്ട് വളരെയധികം യോജിച്ചിരിക്കുന്നു. आज की गीत की द्वारा हमारे में जो दिया, जो हमारा परमेश्वर की दास बेन वो गीत किया, वो गीत की साथ भी साथ आज की वचन हमारे मनन के लिए अनुग्रह की कारण बने। അവിടെ കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. वहां पर मसीह की आगमन में भयानक संभव होने वाले हैं। കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് ദൈവം ചരിത്രത്തിൽ ഇടപെടാൻ പോകുന്നതായ ദിവസമത്രേ. और मसीह का दिन और मसीह मानव जातियों के साथ मेल मिलाप करने की अवसर है। ദൈവജനത്തിന്റെ ശത്രുക്കളെ, ദൈവരാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്നവരെ ന്യായവിധിക്ക് ഏൽപ്പിക്കപ്പെടുന്നതായ ദിവസം. और मसीह की विरोध में लड़ने के लिए कोई किसी आगे आएगा तो उनके न्याय की व्यवस्था की आधार पर रखने के मसीह की वचन वो ही है। ദൈവജനത്തെ ശത്രുക്കളിൽ നിന്നും അവരെ പീഡിപ്പിക്കുന്നതിൽ നിന്നും വിടുവിക്കുന്ന ദിവസം. और मसीह की लोगों को और शत्रुओं की वश में से उद्धार रक्षक के दिन वो ही होता है। യേശു തന്റെ രാജ്യം സ്ഥാപിക്കുന്ന ദിവസം. यीशु मसीह ने उनको राज्य ठहराने की दिन। ഈ ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇത്രയും സംഭവിക്കാൻ പോകുന്നത്. वही दिन और असंभव की बात होते हैं। എന്നാൽ ആ ദിവസത്തിന് വേണ്ടി നാം പ്രതീക്ഷയോടുകൂടിയും കാത്തിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. वही दिन के लिए हम बहुत जागते हुए प्रतीक्षा की साथ बैठना अनिवार्य है। ഈ അപ്രതീക്ഷിത ദിവസം എന്ന് പറയുന്നത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരന്തമായിരിക്കും. और जो दिन मसीह ललकारे के साथ आने की दिन और मसीह की शब्द सिवा रहने वाले के बहुत गंभीरता का दिन होता है। അവർ ലോകമോഹങ്ങളിൽ അത് വ്യാപൃതരായിരിക്കുന്നത് കൊണ്ട്, അവർ ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് അവർക്ക് അതൊരു ട്രാജഡി ആയിരിക്കും.
और वो ऐसा ही लोग सांसारिक काम कार्यों में जीते रहते हैं, उन्हीं को और एक बुराई की दिन हाल की समय होते हैं। ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തെ അവർക്ക് തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല. मसीह की न्याय की दिन उन्होंने फिसल नहीं हो सकता है। എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ കർത്താവ് ഇന്ന ദിവസം വരുമെന്ന് അറിയില്ല എങ്കിലും കള്ളനെ പോലെ അപ്രതീക്ഷിതമായിട്ട് വരുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തി എങ്കിലും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടുകൂടിയും ഒരുക്കത്തോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് കഴിയും. मसीह की लोगों की बात यूं है, मसीह की आगमन के लिए जो नियुक्त किए हुए लोग जागते हुए रहते हैं आगमन के लिए। നാം ഇപ്പോഴും ഇരുട്ടിൽ തന്നെ വസിക്കുന്നു എങ്കിൽ, അഥവാ ചില പാപങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് നിലനിൽക്കുന്നു എങ്കിൽ കർത്താവിന്റെ ആ ദിവസത്തിൽ നമുക്ക് അത് അവനോടുകൂടെ ചേർക്കപ്പെടുവാൻ സാധ്യതയില്ല. हम जागते हुए रहे, जो हम मसीह में से एकजित होकर रहते हैं, उसी में से फिसल जाएगा तो उन्हीं का साथ बादलों पर उठा लिया जाने का बात कष्ट है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളെയും എല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് വളരെ ഉണർവോടും ഉത്സാഹത്തോടും കൂടി കർത്താവിന്റെ വരവിന് വേണ്ടിയും പ്രതീക്ഷയോടുകൂടി നാം ആയിരിക്കണം. इसी कारण में जागते हुए रहे और मसीह की आगमन की जो जाने के लिए तैयारी के साथ अपना जीवन शुद्ध पवित्र होकर जीना आवश्यकता है। ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ തെസലോനിയർക്ക് എഴുതിയതായ ലേഖനത്തിൽ അത്രയാണ്. यही अपने लोगों की उद्धार की बारे में स्पष्ट रीति पर प्रेरित पौलुस ने लिखा है, തെസ്സലോനിക്കയും की पत्रियों में है। തെസലോനിക്ക എന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണമായിരുന്നു. और തെസ്സലോനിക്ക് एक जगाज आते हुए एक जगह के बारे में है. ആ സ്ഥലത്ത് അന്ന് ഉണ്ടായിരുന്നത് ജാതികളായ ആളുകളായിരുന്നു, യഹൂദന്മാർ അല്ലായിരുന്നു. और वहां पर अन्य जातियों थे और यहूदियों नहीं थे. അവിടെ പൗലോസ് ചെല്ലുകയും മൂന്നാഴ്ച അവിടെ താമസിച്ച് തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 3 सप्ताह वहां पर प्रेरित पौलुस रहते हुए परमेश्वर की वचन की घोषणा वहां पर दी है. തുടർന്ന് അദ്ദേഹത്തിന് അവിടെ നിൽക്കണമെന്നും ശുശ്രൂഷ തുടരണമെന്നും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും വളരെയധികം പ്രതികൂലങ്ങൾ വന്നതുകൊണ്ട് തനിക്ക് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. और 3 सप्ताह वहां पर रहा. कई प्रकार की प्रश्न वेदना सगजना पड़ा. इसी कारण में वहां से दूसरा जगह की ओर पार किया है. താൻ ഏതൻസിലോ കൊരിന്തിലോ ഒക്കെ ആയിരുന്ന സന്ദർഭത്തില് തന്റെ ശുശ്രൂഷയുടേതായ അനന്തരഫലമായിട്ട് ആ ജനത്തിന്റെ ഇന്നത്തെ അവസ്ഥ അറിയുവാൻ തക്കവണ്ണം തന്റെ ശിഷ്യനായ തിമത്യോസിനെ ഒരു ലേഖനവുമായിട്ട് അങ്ങോട്ട് അയക്കുകയുണ്ടായി. जो अन्य देशों में और दूसरे स्थानों में जाकर एफेसोस या कुरिन्थ इत्यादि स्थानों में पौलुस रहते हुए अपने शिष्य तिमोथियुस को एक पत्र चिट्ठी लिखकर उनका वहां की हाल के बारे में पूछताछ करके आने के लिए दिया गया है. തിമത്യോസിന്റെ സന്ദർശനത്തിന് ശേഷം താൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു: ഈ ജനമൊക്കെയും കർത്താവിങ്കലേക്ക് തിരിഞ്ഞു എന്ന്. और वहां पर पूछताछ करने की बाद में तिमोथियुस ने प्रेरित पौलुस को जवाब दी, यही है, वहां की विश्वासियों ने बहुत सरल रीति पर प्रेम मेल मिलाप और जागते हुए रहते हैं. തങ്ങളുടെ പാപപ്രവൃത്തികൾ അവർ ഉപേക്ഷിച്ചു, अपने पाप अपराध की कामों त्याग किया, भूल किया है. അവർ മാനസാന്തരപ്പെട്ടു, मन बनाने के लिए अवसर हुई. അവർ അധികമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. और अधिक से अधिक मसीह पर भरोसा रखा, आपस में प्रेम मेल मिलाप रखा. താൻ അവിടെ കണ്ടത് അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി എത്രയാണ്.
उन्होंने वहां पर देखा है, पाया है विश्वास की आधी विश्वास। കർത്താവുള്ള സ്നേഹത്തിലും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും അവർ പ്രയത്നിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. मसीह की और प्रेम आपस में भाईचारों देखा है और तिमोथियुस ने वहां पर देखा है। അവർ കഷ്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും എതിർപ്പുകളുടെയും മധ്യേ ക്ഷമയോടുകൂടി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. कष्ट और दुख और भोगना पड़ा, फिर भी मसीह की ओर दृष्टि लगाकर जागते हुए रहा है। ഇവിടെ നാം കാണുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെതായ പ്രസംഗിച്ചതായ ദൈവവചനത്തിൻ്റെതായ ശക്തിയെ അത്രേ. यहाँ पर हम देखते हैं परमेश्वर अपने लोगों का साथ जितना शक्ति सामर्थ्य दिखाया उसके बारे में बताया है। അനേകം പ്രഗത്ഭരായ ദൈവദാസന്മാര് ചില സ്ഥലങ്ങളിൽ പോയി സുവിശേഷ പ്രചരണമൊക്കെ നടത്തി. എന്നാൽ അവർക്ക് 7-8 വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരാത്മാവിനെയെങ്കിലും നേടുവാൻ കഴിഞ്ഞത്. आजकल दिनों में हम देखते हैं कई परमेश्वर के दासों ने 7-8 वर्ष तक एक जगह पर परमेश्वर की सेवकाई में रहा, उसके बाद में उनको कुछ आत्माओं को बचाने के लिए रास्ता हुई है। ചില ചുരുങ്ങിയ നാളുകൾ മാത്രം താൻ അവിടെ ഈ സ്ഥലത്ത് തെസ്സലോനിക്കയിൽ താമസിച്ച് പ്രവർത്തിച്ചു എങ്കിൽ തന്നെയും വലിയൊരു ജനം ദൈവത്തിങ്കലേക്ക് ആകർഷിക്കപ്പെട്ടു. थोड़ा सा दिन तक प्रेरित पौलुस ने थिस्सलुनीकिया में सेवकाई में थे, फिर भी मसीह ने वहां पर बहुत सारे लोगों को इकट्ठा करने के लिए चुन लिया है। സുവിശേഷം എന്ന് പറയുന്നത് കേവലമായ വാക്കുകളല്ല, അതിലുപരിയായിട്ട് ദൈവത്തിന്റെ ശക്തി അത്രേ അതിലുള്ളത്. केवल सुसमाचार एक बोली नहीं, शब्द नहीं, परमेश्वर की शक्ति सामर्थ्य वहां पर दिखा रहा है। ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്നു. परमेश्वर की वचन में मसीह का सामर्थ्य और की अधीन है। നാം വചനം ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കുകയാണ് എങ്കിൽ, അത് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. हमारा जिंदगी में बहुत सारे प्रेम और शक्ति प्राप्त करने के लिए आग्रह रखेगा तो वो शक्ति सामर्थ्य हमारे के लिए और प्रभु दिया देंगे। കഠിന ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി ദൈവവചനത്തിലുണ്ട്. कठोर हृदय को निर्मलता में लाने के लिए मसीह की वचन को शक्ति है। ദൈവത്തിന്റെ വചനം ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതാണ്. मसीह की वचन हमारा जिंदगी को बदलाहट डालते हैं। കാരണം ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്, ജീവിക്കുന്നതായ വചനമത്രേ. और मसीह की वचन यहोवा ने विश्वास किया हुआ शब्द है, वो श्वास है, उसमें सामर्थ है। അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ അനന്തരഫലം ഉണ്ടായിരിക്കും. इसी कारण में मसीह की वचन घोषणा करने के समय उसका फल ला सकते हैं। അത് സാധാരണ മനുഷ്യർ വളരെ പ്രാഗൽഭ്യത്തോടുകൂടിയും പുറപ്പെടുവിക്കുന്നതായ മാനുഷിക ശബ്ദം പോലെയല്ല. और साधारण तौर पर मानव जातियों ने ऐसा कहला जाता है, ऐसी प्रकार की बात है नहीं है। അതില് ഈ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് വലിയ ആത്മീയമായിട്ടുള്ളതായ പ്രവർത്തികൾ നമുക്കവിടെ കാണുവാൻ കഴിയും. पवित्र आत्मा कार्य करते हैं, इसी कारण में सामर्थ्य के साथ वहां पर बड़ा बेधारी हो जाते हैं। തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ളതായ റിപ്പോർട്ട് കിട്ടിയപ്പോൾ പൗലോസ് അത്യധികം സന്തോഷിച്ചു. थिस्सलुनीकी मंडली की और वहां से रिपोर्ट मिला, तब प्रेरित पौलुस ने आनंद मगन हुई। വളരെ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും എതിർപ്പുകളുടെ മധ്യേ ആണ് എങ്കിലും അവർ സന്തോഷത്തോടുകൂടി ദൈവവചനത്തെ സ്വീകരിച്ചു. कष्ट और शोक भोगना पड़ा, फिर भी मसीह की वचन इतनी अंगीकार स्वीकार किया है।
അവർ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പീഡനങ്ങളെയും പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തോടു കൂടിയും അവർക്ക് നേരിടുവാൻ കഴിയും. उन्होंने इतनी प्रतिकूल अवस्था और पीड़ा में से जाया गया, वो ही समय भी मसीह की वजन इतनी श्वास और सामर्थ्य के साथ अंगीकार किया है. പൗലോസ് ഫിലിപ്പിയയിലെ ജയിലിൽ ആയിരിക്കുമ്പോൾ താൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ അവസരത്തിലും താൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുകയായിരുന്നു. पौलुस ने फिलिपिया में कारागृह में थे, तब भी ये वचन सुनते हुए आनंद मगन हुई है. അപ്പം ഈ തെസ്സലോനിക്കയിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടുകൂടിയ സ്നേഹത്തിൻ്റെതായ നല്ല പ്രകടനങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. तेस्सलोनिके की मंडली के विश्वासियों के बारे में सुना है, देखा है. इतनी आनंद में आपस में मेल मिलाप रहते हैं, जो जवाब मिला है. ദൈവവചനം കേട്ടപ്പോൾ അവർ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. मसीह की वचन सुना, तब मसीह की ओर उन्होंने फिरा है. എല്ലാ ആളുകളും ചോദിച്ചു, ഈ തെസ്സലോനിക്കർക്ക് എന്ത് സംഭവിച്ചു എന്ന്. ये सारे लोग पूछताछ कहने लगा, ये क्या संभव हो गया है. അവർ അവരുടെ തങ്ങളുടേതായ ആരാധനാ മൂർത്തികളെയൊക്കെയും ഒക്കെ ഉപേക്ഷിച്ചു. वचन सुना हुआ लोग पहले मसीह में आने का पहले जो मूर्ति पूजा किया था और मूर्तकों को बाहर निकाल दिया है. അവർ സത്യ ഏക ദൈവത്തിൽ വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു. सच्चाई एक मसीह में विश्वास किया और मसीह पर भरोसा रखा. അവർ മദ്യപാനം ഉപേക്ഷിച്ചു. पियाकड़ वो अवस्था को त्याग किया. അവർ അവരുടെ ജീവിതത്തിലുള്ളതായ എല്ലാവിധമായ അശുദ്ധിയും അവർ ഉപേക്ഷിക്കുന്നതിന് തയ്യാറായി. उनका जीवन में अपवित्रताई में आने का हर प्रकार की बात काम त्याग किया है. അവർ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. विश्वास से योग्य होकर काम करने शुरू किया. അവരുടെ ഇടയിൽ ഭിന്നതയും തർക്കങ്ങളും ഇല്ലാതായി. दोनों पक्ष उन्हीं का बीच में है नहीं था. എല്ലാ ആളുകളും ചിന്തിക്കുന്നത് അത്ഭുതപ്പെട്ട പോലെ ഈ തെസ്സലോനിക്കയിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. सारे लोग आपस में कहने लगा, तेस्सलोनिकियों के लोगों को क्या हाल हुआ, क्या हो गया. ദൈവവചനത്തിന്റെ ശക്തിയാൽ മനസാന്തരപ്പെടുത്തുന്നതായ വ്യക്തികൾ, നല്ല ജീവിതം നയിക്കുന്നതായ വ്യക്തികൾ ദൈവരാജ്യത്തിന് ഒരു പരസ്യമത്രേ. मसीह के लिए सच्चाई में जीते हैं, जीना है और एक प्रधान बात होता है. അവർ ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അവർ പ്രതിജ്ഞയെടുത്തു. मसीह पर भरोसा विश्वास रखने के लिए अपने आप का जीवन समर्पण की है. ദൈവവചനം കേട്ടപ്പോൾ അവർ പാപപ്രവൃത്തികളിൽ നിന്നും പിന്തിരിഞ്ഞു ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. और मसीह की वचन सुना, तब पाप अपराध के कारण सब कुछ त्याग किया और मसीह की ओर देखना पाया. അവർ ദൈവത്തെ സേവിക്കുവാൻ തുടങ്ങി. उन्होंने मसीह पर सेवकाई के लिए शुरू करेंगे. അവർ ഇതാ കർത്താവിന്റെ ആ ശ്രേഷ്ഠമായ വരവിന് വേണ്ടി, രണ്ടാമത്തെ വരവിന് വേണ്ടിയും അവർ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. उन्होंने मसीह की आगमन के लिए जागते हुए रहते हैं और पक्षपात भी करते रहते हैं. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം താൻ സുവിശേഷം പ്രസംഗിച്ചത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നപ്പോഴെല്ലാം എല്ലാ പ്രതിസന്ധികളിലും താൻ ഒട്ടും പിന്മാറാതെ ഈ സുവിശേഷത്തിൻ്റെതായ ജൈത്രയാത്ര തുടരുകയുണ്ടായി. और जितने उन्होंने अवसर मिलता है, दिन कितने होता है, इतने तक कितना भी वचन की घोषणा करके लोगों को अपनाने के लिए प्रेरित पौलुस ने प्रयत्न किया है. ദൈവവചനം പ്രസംഗിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വ്യക്തിപരമായ ഒരു നേട്ടവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ദൈവനാമം മഹത്വപ്പെടുക എന്നുള്ളതായ അഥവാ ആത്മാക്കളുടെ രക്ഷയത്രേ അയാളുടെ മുഖ്യമായ ലക്ഷ്യം ആയിരിക്കേണ്ടത്. सच्चे मसीह की वचन की घोषणा देने वाले ये प्रमुख व्यक्तियों
धन दौलत कमाने की रास्ता नहीं, मसीह की वचन की घोषणा कितना तक होता है इतना किया करने के लिए। പൗലോസ് തെസ്സലോനിക്കയിലെ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ അനുകാരികളായിരിപ്പിൻ, എന്നെ നോക്കുവിൻ എന്ന്. प्रेरित पौलुस ने यही बात दी, मेरा पीछे हो लिया जाए, मेरा शब्द क्या है, मेरा वाणी क्या है, इसमें ध्यान लगाओ, ये बात दी है। അത് നാം സംസാരിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും തമ്മിൽ പിന്നെ കോൺട്രഡിക്ടറി അല്ല എങ്കിൽ, അത് യോജിച്ചു പോകുന്നു, നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒന്നുപോലെ ഇരിക്കുന്നു എങ്കിൽ നമുക്കും മറ്റുള്ളവരോട് പറയുവാൻ കഴിയും, നമ്മളെ നോക്കുവിൻ എന്ന്. हमारा बोली, हमारा काम कार्य दोनों एक ही रीति पर जाएगा तो मसीह की वचन की आधार होवे तो हमको भी कह सकते हैं, देखो मेरे हमारे और देख. അതെ, ദൈവത്തെ ക്രിസ്തുവിനേക്ക് നോക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ തന്റെ അപേക്ഷിതനായ പൗലോസ് പറയുകയാണ് തന്നെ നോക്കുവാൻ. मसीह की और मसीह को चेहरे में देखो, ऐसे प्रकार प्रेरित पौलुस भी कहते हैं हमारे और हमारे को देख. ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ മാനസാന്തരത്തിനും നമ്മുടെ രൂപാന്തരത്തിനും മതിയായതാണ്. അത് നമ്മെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നത് അത്രേ. हमारा जिंदगी को बदलावट डालने के लिए, रूपांतर होने के लिए मसीह की आत्मा हमारे में काम किया करता है. ദൈവജനത്തിന്റെ സ്വാധീനത്താൽ നമുക്ക് മറ്റുള്ളവരെ അധികമായി സ്നേഹിക്കുവാൻ കഴിയും, ദൈവത്തെ അധികമായി സേവിക്കുവാനും സ്നേഹിക്കുവാനും കഴിയും. मसीह की आत्मा की अधीन रहेगा तो औरों को, अन्यों को मसीह में लाने के लिए और सेवकाई करने के लिए और अपने आप को समर्पण करने के लिए काम हो सकता है. ദൈവവചനത്തിന്റെ സ്വാധീനത്താൽ നമുക്ക് നമ്മെ തന്നെ ത്യജിക്കുവാനും ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ടും സമാധാനത്തിൽ ആയിരിക്കാനും കഴിയും. और मसीह की अधीन रहेगा तो शांतिपूर्व रख सकते हैं, औरों को, थकते हुए लोगों को और दिलासा देने के लिए हमको हो सकता है. പൗലോസ് പറയാണ്, ഈ തെസ്സലോനിക്കയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് തന്റെ മഹത്വമാണ്, തന്റെ കിരീടമാണ് എന്നത്രേ. प्रेरित पौलुस ने ये वचन शब्द दिया, तेस्सलोनिकियों की मंडली मेरा मुकुट बन गया, मेरा प्रशंसा की बात है. എന്നാൽ ഈ ലേഖനത്തിലൂടെ പൗലോസ് ഈ ജനത്തെ ഉത്ബോധിപ്പിച്ചത്, ദൈവമക്കളായിരിക്കുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നത്രേ. ये तेस्सलोनिकी की मंडली में और विश्वासियों को ये वचन दिया है, मसीह को अपनाया, ग्रहण किया, लेकिन कई प्रकार की शोक कष्ट भोगना पड़ते हैं. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം इब्रानियों की पत्री 2रा अध्याय की 10-ാം വാക്യം 10वां पद में ये वचन हम देखते हैं. സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. इब्रानियों की पत्री 2रा अध्याय 10वां पद में लिखा, क्योंकि जिसके लिए सब कुछ है और जिसके द्वारा सब कुछ है, उसे यही अच्छा लगा कि जब वह बहुत से पुत्रों को महिमा में पहुंचाए तो उनके उद्धार के कर्ता को दुख उठाने के द्वार सिद्ध करे. 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു, തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. और 5वां अध्याय 8वां पद में लिखा, पुत्र होने पर भी उसने दुख उठाकर आज्ञा माननी सीखी और सिद्ध बनकर अपने सब आज्ञा मानने वाले के लिए सदाकाल के उद्धार का कारण हो गया.
ദൈവമക്കളുടേതായ ജീവിതത്തിലെ കഷ്ടതയുടേതായ ആം, ഒരു കാലഘട്ടമുണ്ട്. मसीह के लोगों का बीच में कष्ट भोगने का एक समय होता है। യോസെഫിന്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. यूसुफ की जिंदगी में हमको ये बात देख सकते हैं, യോബിന്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. आयूब की जिंदगी में देख सकते हैं। അതുകൊണ്ട് ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുമ്പോൾ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അടയാളം എന്ന് പറയുന്നത് കുരിശാണ്. और ईसाई के नाम दिया गया तो हम एक बात समझ ले, हमारा चिन्ह क्रूस है। ക്രിസ്തീയ ജീവിതം ഒരു പട്ടമത്തയുള്ളതായ ജീവിതമല്ല. और ईसाई नाम ऐसा कुछ हल्लू पल्लू बातों से नहीं आया। അപ്പോ ചില പീഡനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും ദൈവമക്കളെ കടത്തി വിടുന്നത് അത് നമുക്ക് ഏറ്റവും നല്ലത് തരുവാൻ വേണ്ടിയത്ര. ये कष्ट दुख देता है, हमें इससे भी महत्वपूर्ण चीज हमको देने के लिए है। ഏറ്റവും ലളിതമായിട്ടുള്ളതും ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്നതിന് വേണ്ടി നാം ആഗ്രഹിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ കർത്താവ് നമ്മുടെ കഠിനമായ കഷ്ടതയിലൂടെ ശോധനയിലൂടെ കടത്തിവിടും. हम सोचते हैं हम मसीह में आएगा तो चारों तरफ हमारे लिए अनुकूल होता है, चिंता है हमारा, लेकिन कई प्रकार की कष्ट दुख भोगना पड़ते हैं। വിവിധ തരം മണ്ണിനെ കുറിച്ചുള്ളതായ ഒരു ഉപമ യേശു പറയുകയുണ്ടായി. कई प्रकार की मिट्टी के बारे में मसीह ने ये बात कहा है। അവിടെ പറയുന്നത് പല കഷ്ടങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ അത് വേറെ ശരിയായ രീതിയിൽ വളരുവാൻ കഴിയാതെ അല്ലെങ്കിൽ ദൈവവചനം നിമിത്തം പല വിധത്തിലുള്ള പെർസിക്യൂഷൻസ് ഉണ്ടാകും എന്ന് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നു. डालियों की घाटियों के बीच में बोया गया जो बीज अच्छे उगने के लिए हो नहीं सकता, कई प्रकार की थकावट वहां मराया, ये बीज बोने के बारे में मसीह ने कहा है। ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. वहां पर विश्वासियों की विश्वास को परीक्षा देता है। തെസ്സലോനിയിലെ വിശ്വാസികളെ അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. इब्रानियों के विश्वासियों को और चेतावनी दिया है। പൗലോസ് സംശയിച്ചു, ഒരുപക്ഷെ ഈ തീവ്രമായ പരീക്ഷകളുടെ മധ്യേ തെസ്സലോനിക്കയിലെ ജനങ്ങൾ അവരുടെ വിശ്വാസത്തിൽ നിന്നും അത് വീണുപോകുമോ എന്ന്. पौलुस को ये शक आया, इतनी परीक्षा में और थिस्सलुनीकियों के विश्वासी गिरेगा और मसीह की नाम त्याग करेगा, ये सोच विचार में थे। തന്റെ പ്രയത്നഫലമായ തെസ്സലോനിക്ക സഭയെ അവർ വീണുപോകാതെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ തിമത്യോസിനെ അങ്ങോട്ട് അയച്ചത്. और प्रेरित पौलुस के प्रयत्न की फल है थिस्सलुनीकियों की मंडली, ये मंडली गिर जाएगा और पुराना हाल में जाएगा, ये होना नहीं। मसीह में विश्वास में रहने के लिए, उनका बारे में पूछताछ करने के लिए തിമോഥെയോസ് को वहां पर भेजा है। പ്രതികൂലങ്ങളുടെ മധ്യേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം തിമത്യോസ് തെസ്സലോനിക്കയിലെ സഭയെ ഉത്ബോധിപ്പിച്ചു. प्रतिकूल परिस्थिति आते हैं, उसी समय भी स्थिर रहने के लिए, अटल रहने के लिए और वहां पर चेतावनी दिया और हुकूमत दिया। ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ അദ്ദേഹം അവരെ ഉത്ബോധിപ്പിച്ചു. मसीह के प्रेम में लवलीन रहे, दिनम प्रति उन्नति पाए, ये वचन उन्हीं के लिए दिया है। അവരോട് പറഞ്ഞത്, അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത് വരവ് സംഭവിച്ചിട്ടില്ല, അത് സംഭവിക്കും. എന്നാൽ അതിനു മുമ്പായിട്ട് അവരുടെ ഇടയിലുള്ളതായ പല ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്തായിത്തീരും, അതായിരുന്നു അവരുടെ സംശയം. थिस्सलुनीकियों की मंडली में विश्वासियों को एक शक आया, जीते जाते लोगों को
मसीह ने ऐसे दिया। यीशु मसीह ललकारों के साथ भूमि पर आएगा, लेकिन हमारे पहले मरे हुए लोगों का हाल क्या है, इसके बारे में पूछताछ की है। അതിനുള്ളതായ മറുപടിയായിട്ട് പൗലോസ് അവരെ എഴുതി അറിയിക്കുന്നത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ये शक्ल आया तब मसीह ने उनको, पौलुस ने उनको जवाब दी है। मसीह में मरे हुए लोगों को आशा है, प्रथम समय वो जी उठेंगे, उसके पीछे जिंदा है हमारा जिलाना होगा। ഫസ്റ്റ് തെസ്സലോനിയർ 4:15-16 വായിക്കുന്നു. വായിച്ചേ. 4:15-16. और तेस्सलोनिके के पत्र 4 अध्याय की 15वां पद में लिखा, क्योंकि हम प्रभु के वचन के अनुसार तुमसे यह कहते हैं कि हम जो जीवते हैं और प्रभु के आने तक बचे रहेंगे, सोए हुए से कभी आगे ना बढ़ेंगे। കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 16वां पद में ये दिया, क्योंकि प्रभु आप ही स्वर्ग से उतरेगा, उस समय ललकार और प्रधान दूत की शब्द सुनाई देगा और परमेश्वर की तुरही फूकी जाएगी और जो मसीह में मरे हैं वे पहले जी उठेंगे. കർത്താവിന്റെ ദിവസത്തിൽ കർത്താവിൽ മരിച്ചതായ മൃതന്മാർ അവർ ഉയർത്തെഴുന്നേൽക്കുകയും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ക്രിസ്തുവിനോടുകൂടി ചേരും. मसीह की बादलों पर आगमन है, जो समय मसीह में जितनों ने मरे हैं, जो मरे हुए लोग जी उठेंगे और उनको आशा दी है. പിന്നെ ജീവനോടിരിക്കുന്നതായ നാം തേജസ്കരിക്കപ്പെട്ട് മധ്യാകാശത്തിൽ വിശുദ്ധന്മാരോടുകൂടി ചേർക്കപ്പെടും. फिर उसकी बात में जीते हैं, जीवित में है, मसीह में रहते हैं, जीते हैं, वो लोग जी उठेंगे, वो लोग उद्धार पाएंगे, स्वर्गारोहण करेंगे. നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. हम मसीह को तुरही भूखने की समय मसीह में उन्होंने मेघों में आकाश में उठा लिया जाएगा. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ये बादलों पर उठा लिया जाएगा, तब ऐसे प्रकार सदा सर्वदा मसीह का साथ रहेंगे. അതുകൊണ്ട് നാം വളരെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. इसी बात इस प्रकार इस बातों से एक दूसरे को शांति दिया करो. നാം തിരുവചനത്തിൽ വായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നത്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നു. मसीह की आगमन के बारे में बाइबल बताती है, चोर और दुष्टों ने घर को घेर लेते हैं, छीन लेने के लिए आते हैं. ऐसे नहीं कोई किसी को कहेगा नहीं, उन्होंने ऐसी गुप्त शब्दों में आ रहा है. ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരട്ടിലുള്ളവരല്ലോ. ये झूठे ऐसा चोर करने वालों की नहीं रहने के लिए तुम उन्हीं का संसारिक रोग है नहीं है. നാം വെളിച്ചത്തിന്റെ മക്കളാകുന്നു. हम मसीह की रोग है. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. अंधेरा और घोर विनाशी की लोग नहीं है. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ അത്രേ ഇരുട്ടിൽ ജീവിക്കുന്നവർ എന്ന് പറയുന്നത്.
पाप अपराध में जीने वाले लोगों का बारे में अंधकार में रहने वाले की न्याय होते हैं. അതുകൊണ്ട് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയും നാം വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. इसी कारण में मसीह की दूसरे आगमन के लिए हम तैयारी के साथ रहना उचित है. നാം ഉറങ്ങാതെ ഉണർന്നും സുബോധവും ഉള്ളവരായിരിക്കണം. हाँ, नींद में जाना नहीं, बिछौनी में नहीं, जागते हुए प्रार्थना में रहना आवश्यकता है. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും വിദേശത്ത് നിന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നമ്മൾ എത്രമാത്രം അത് ക്രമീകരണങ്ങൾ ചെയ്യും ആ വ്യക്തിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി. हमारे रिश्तेदारों में उन्होंने इंडिया के बाहर गया तो वो आते हैं, आने के लिए हम कितना जागते हुए रहते हैं. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവരുടെ മാതാവ് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. उन्होंने आशा आग्रह कौन सी खाने पीने में है, उनका माताजी ने प्रयत्न करते हैं उनका स्वादिष्ट भोजन बनाने के लिए. ആ വരുന്ന വ്യക്തിയെ സ്വീകരിക്കുന്നതിന് വീട്ടിലുള്ള എല്ലാ ആളുകളും വളരെ 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 ഉത്സാഹത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ये बाहर से आने वालों को स्वीकार करने के लिए इतनी तैयारी के साथ लोग तैयार है. അത്തരം സന്ദർഭങ്ങളിൽ നാം അലംഭാവത്തോടു കൂടി ഇരിക്കുവാൻ പാടില്ല. ये ऐसा आने के समय അനുചിത രീതി पर बैठने के लिए मन नहीं लगता है. വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കാൽ നാം ഉറങ്ങുവാൻ പാടില്ല, ആത്മീയമായ അന്ധതയിൽ ഇരിക്കുവാൻ പാടില്ല. प्रतिज्ञा के आधार पर मसीह की आगमन है. आगमन के समय आप नींद में बिछौनी पर नहीं, जागते हुए रहने के बात बताया है. ഒരു അടുത്ത കാലത്ത് നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് ലോകവ്യാപകമായിട്ടുണ്ടായതായുള്ള ഒരു പകർച്ചവ്യാധിയാണല്ലോ COVID-19. कई वर्षों के पहले भूमि में जितना मानवजातियों थे सब जगह पर COVID-19 शब्द से एक बड़ा बेदारी, एक बड़ा और बाधा हुई है. ലക്ഷക്കണക്കിന് ആളുകൾ ശ്വാസമെടുക്കുവാൻ കഴിയാതെ പിടഞ്ഞു വീണ് മരിച്ചത് നമുക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. लाखों लाख लोग गिरते हैं, मरते हैं, वो देखते हुए बैठने के लिए अवसर हमारे में मिला है. വളരെ വേദനപ്പെടുന്നതായ ഒരു രോഗി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനേക രോഗികൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അല്പം സാന്ത്വനം വരളുന്നതായ മെഡിസിൻ കൊടുക്കുവാൻ പ്രാപ്തനായ ഡോക്ടറെയും അവിടെ നിയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. और उसी समय उनका प्राण को बचाने के लिए डॉक्टरों और नर्सों ने दवा के साथ तैयारी के साथ रहते थे. രോഗികൾ പ്രാണവേദനയിലായിരിക്കുമ്പോൾ തന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഡോക്ടർ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ये बीमार हाल में एक व्यक्ति गिर पड़ा है, तब डॉक्टर ने इसी में जागते हुए नहीं है तो वहां की हाल क्या हो रहा है. അതെ, കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കാൻ നാം ഉറങ്ങുന്നവരായി തീരുവാൻ പാടില്ല. मसीह की आगमन इतने निकट है, हमारे आगे पहुंच गई है. हम नींद में बिछौनी पर ना हो, जागते हुए रहे. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളുടെ അടുക്കലേക്ക് ഭൂമിയുടെ അറ്റത്തോടും ഈ സുവിശേഷമായി കടന്നു ചെല്ലുവാൻ തക്കവണ്ണം, അത് ജനത്തെ ഒരുക്കുവാൻ തക്കവണ്ണം നമ്മെ കർത്താവ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. एक बार हमारा मसीह की आवाज, उद्धार की शब्द पहुंचा नहीं, सुना नहीं, इत्यादि लोगों का बीच में हम जाने की तैयारी में होना चाहिए. യാത്രക്കാരെയും കൊണ്ടുപോകുന്നതായ ഒരു കപ്പൽ അത് പ്രതികൂലമായ കാലാവസ്ഥയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് ഒരു പാറയിൽ ഇടിച്ച് തകരുവാനുള്ളതായ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും പൈലറ്റ് ക്യാപ്റ്റൻ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ എത്ര ഭയങ്കരമായ ട്രാജഡി ആയിരിക്കും അത്. एक जहाज चलाने वाले कैप्टन ने
चेतावनी मिला है, आगे अनर्थ होता है, संभव होने वाले हैं। दो जागते नहीं है, ये कैप्टन ने जहाज आगे बढ़ाएगा तो हाल क्या हो रहा है। ഉറക്കം കൊണ്ടുവരുന്നതായ അനർത്ഥങ്ങൾ എത്ര ഭയങ്കരമാണ്. नींद में गिरते हैं, अनर्थ गंभीर है। ഒരിക്കൽ ഞാൻ കാറോടിച്ച് പോകുമ്പോൾ ഞാനും ഉറങ്ങിപ്പോയി. परमेश्वर की दास एक बार गाड़ी चलाते रहा, उस समय जल्दी नींद आया है। അത് ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ യാത്ര ചെയ്യുകയായിരുന്നു. एक उपवास प्रार्थना चलाने के बाद में खाना कुछ खाया नहीं, ऐसा जा रहा था। പെട്ടെന്ന് എന്റെ കാറ് മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. तुरंत परमेश्वर की दास की कार एक ऑटो रिक्शा में टकराया। സൗത്തിലോട്ട് യാത്ര ചെയ്തിരുന്ന എന്റെ വാഹനം ഞാൻ നോക്കിയപ്പോൾ അത് നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. और दक्षिण की ओर जाने की गाड़ी और दूसरा जगह पर पार हो गया है। എന്നാൽ ആ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരെ എന്നെ ചീത്ത വിളിച്ചു. ऑटो रिक्शा में जो मुसाफरी कर रहा था वो लोग गाली दिया है। ആർക്കും ഒരു ദോഷവും ഉണ്ടാകുന്ന കർത്താവിനെ കാത്തുകൊണ്ടു. और कोई किसी को कुछ हानि ना पहुंचा, परमेश्वर की दास को प्रभु ने संभाला है। അപ്പൊ നമ്മൾ ഉറങ്ങിപ്പോകാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. वह ये कहने की अर्थ नींद में ना रहे, जागते रहे। ചാൾസ് സ്പർജൻ ഒരു ഉദാഹരണം പറഞ്ഞു. स्पर्जन ने एक नमूना बताया। തൂക്കിക്കൊല്ലുന്നതിന് വിധിക്കപ്പെട്ടതായ ഒരു കുറ്റവാളിയും ജയിലിൽ കിടക്കുകയായിരുന്നു. फांसी देने के लिए एक और व्यक्ति ने जेल खाने में थे। ചില നിമിഷങ്ങൾക്കുള്ളിൽ അയാളെ തൂക്കിക്കൊല്ലും. थोड़ा समय के बाद उनको फांसी देंगे। എന്നാൽ രാജാവിൽ നിന്നും അവന്റെ കുറ്റം ക്ഷമിച്ചുകൊണ്ടുള്ളതായ ഒരു ഉത്തരവുമായിട്ട് ഒരാളെ അയച്ചു. और राजा ने एक अर्जी दी और उनको माफी देने के लिए चिट्ठी दिया है। എന്നാൽ ക്ഷമിച്ചുകൊണ്ടുള്ളതായ ഉത്തരവുമായി വന്നതായ വ്യക്തിയും ആ ജയിലിന്റെ പുറത്തിരുന്ന് ഉറങ്ങിപ്പോയി. और उनको अर्जी के साथ आया, उनको माफी देने के लिए चिट्ठी राजा ने दिया, वो व्यक्ति जेल खाने के बाहर सो गया है। അപ്പൊ അതുകൊണ്ട് കപ്പലിൽ ഉറങ്ങുന്നതായ യോനായെ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഉറങ്ങിപ്പോകരുത്. ये वचन सुबह ही वक्त चेतावनी देता है, जहाज में सोया हुआ योना की नाई हम सोने में ना जाए। അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം അതെ സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കുവാൻ, അപ്പോൾ ലോകത്തിന്റെ അന്ത്യം ഉണ്ടാകുമെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. बाइबल में ये वचन दिया है, संसार की सीमा, संसार हट जाने की समय की पहले मसीह की वचन कितना घोषणा कर सकते हैं, इतना घोषणा के लिए हम तैयारी के साथ रहना अनिवार्य है। അതുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ये पत्री समाप्त होता है ऐसी प्रकार, നാം ഉത്സാഹമുള്ളവരായിരിക്കണം, ഉറങ്ങിപ്പോകരുത്. हम उत्साहित हो जाए, नींद में ना जाए। ദൈവ വേല ചെയ്യുന്നവരുടേതായ ആ വേലയെ, അവർ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് അത് നമ്മൾ മാനിക്കണം, അവരെ ആദരിക്കണം. और परमेश्वर की सेवकाई में लवलीन है उन लोगों को प्रेम, मेल मिलाप और आदर देना। ക്രമം കെട്ടവരെ, നിയമത്തെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നതായ, ധാർമ്മിക ബോധമില്ലാതെ ജീവിക്കുന്നവരെ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ പറയും. और मसीह में फिसलते हैं, टलते हैं, दूर हटते हैं, वो लोगों का वचन के आधार पर उपदेश देना हमारा फर्ज है। ജീവിതത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതായ മരണമുണ്ടാകുമ്പോൾ വളരെയധികം വേദനിക്കുന്നതായ, ഉൾക്കരുത്തില്ലാത്തതായ അതെ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവമക്കൾ പോയി ധൈര്യപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. और कोई किसी घर में मरे हुए भवन में जाकर
ज्योति पाया हुआ परमेश्वर के दासों ने दुखी में रहने वालों को तसली और प्रेम मेल मिलाप कहना, आशा देना हमारा काम है. കർത്താവിന്റെ വരവ് വരുന്നത് വരെയും നാം എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. मसीह की आगमन तक हम भलाई के काम करते रहते हैं. അത് ആ വലിയ പ്രത്യാശയോടുകൂടി, വളരെ ഉറപ്പോടുകൂടി കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കാൻ നാം പ്രത്യാശയോടുകൂടി ആയിരിക്കുമ്പോൾ ഇടവിടാതെ സന്തോഷിക്കുവാനും എപ്പോഴും സന്തോഷിപ്പാനും ഇടവിടാതെ പ്രാർത്ഥിപ്പാനും എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാനും അത് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. मसीह की आगमन इतना निकट है, इसे कारण में विश्वास, प्रेम, आदर और महिमा के लिए जागते रहे, सिखाते ही रहे. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറയുന്നു. आत्माओं को ना बुझाओ. കർത്താവ് വരുവാൻ താമസിക്കുന്നത് കൊണ്ട് അവിശ്വാസികളായി തീരരുത്, സംശയാലുക്കളായി തീരരുത്, അതുപോലെ നമ്മൾ അലംഭാവത്തോടു കൂടി ഇരിക്കരുത്. हम मसीह की आगमन देर है ऐसा कहकर उदासी होकर सेवकाई ना करे. നമ്മൾ കത്തിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ ആത്മാവ് അത് അത്യധികമായി കത്തിക്കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാവണം. हमारे जिंदगी में मसीह एक आग जलाया, आत्मा की जो आग को बुझाने के लिए कष्ट ना करे. ദൈവവേലയിലായിരിക്കുന്നവരെ അവരുടെ ഉത്സാഹത്തിൽ അവരെ മടുപ്പ് ഉണ്ടാക്കത്തക്ക രീതിയിൽ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. और मसीह की सेवकाई में जितनों ने है, उन्होंने उत्साहित की साथ सेवकाई करने के लिए उनको उत्साहित का है, और निराशा में सेवकाई करने के लिए हम अनुमति ना दे. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. जो यहाँ पर दिया गया है, अच्छे भले भक्ति का साथ पकड़ते ही रहो. ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സകല കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. ये पत्री समाप्त होता है कि भाइयों हमारे लिए प्रार्थना करे, सब भाइयों को वो पवित्र चुंबन से नमस्कार करो, ये शब्द सबको सुना दिया जाए. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ये वचनों से हम सारे समूह को आशीष दे. आमीन.